നമസ്കാരം. പാക് അധീന കാശ്മീരിൽ 15 ഭീകര ക്യാമ്പുകൾ 90 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ പുനർനിർമ്മിച്ചു എന്ന വിവരം പുറത്തുവരുമ്പോൾ നിലവിൽ ഇന്ത്യൻ സർക്കാരിന്റെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ CRPFന് നിർണായകമായ ചുമതല കൊടുത്തിരിക്കുകയാണ്. 2 കോബ്ര യൂണിറ്റുകളും 25-ലധികം കമ്പനികളെയും വിന്യസിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ജമ്മുവിലെ ഭീകരവിരുദ്ധ തടയാനുള്ള സുപ്രധാന നീക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൂടാതെ അന്താരാഷ്ട്ര അതിർത്തികളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് CRPFന് നീക്കം നൽകിയിരിക്കുന്നത്. അതായത് ഇനി ഒരു പഹൽഗാം ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ വകുപ്പും CRPFനും അതോടൊപ്പം തന്നെ സൈനികർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ എല്ലാ മേഖലകളും ഒരു CRPFന്റെ സുരക്ഷാ കണ്ണുകൾ അവിടെ ഉണ്ടാകണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്നതിനായി സാംബ, കത്വ, ഉധംപൂർ തുടങ്ങിയ പ്രധാന ജില്ലകളിൽ 25-ലധികം കമ്പനി CRPFന് വിന്യസിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ മുകളിൽ പറഞ്ഞ പ്രവർത്തന മേഖലകളിൽ ഐലൈറ്റ് കോബ്രോ കമാൻഡുകളെയും വിന്യസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാക് അധീന കാശ്മീരിൽ ഇന്ത്യൻ അതിർത്തിയിൽ 15 ഭീകര ക്യാമ്പുകൾ വലിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഓരോ നീക്കങ്ങളും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തിയെടുക്കുക തന്നെയാണ്. അതിർത്തി കടന്ന് ഒരു ഭീകരാക്രമണവും ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്രമണം പാക് അധീന കാശ്മീരിൽ നിന്നും ഉണ്ടായാൽ അതിനെ ശക്തമായ രീതിയിൽ തടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിർത്തി കടന്ന് ഭീകരർ എത്തിയാൽ അവരെ കൊന്നു തള്ളാൻ കോബ്ര യൂണിറ്റുകൾക്കും അതോടൊപ്പം തന്നെ CRPFനെയും വലിയ രീതിയിൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യൻ ആർമിയോടും അതോടൊപ്പം തന്നെ സൈനികരോടും പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അതായത് തീവ്രവാദികളെ കണ്ടാൽ മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലഘട്ടത്ത് പോലെ വിളിച്ചു കൊല്ലട്ടെ, അല്ലെങ്കിൽ ഒരു തീവ്രവാദിയെ കണ്ടു എന്തു ചെയ്യണം, വധിക്കട്ടെ, അതോ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചങ്ങ് കൊല്ലുക എന്നൊരു നിർദ്ദേശം നരേന്ദ്രമോദി നൽകി. അതുപോലെയാണ് തീവ്രവാദികൾ പാക് അധീന കാശ്മീരിൽ നിന്നും അടക്കം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നടക്കം നമ്മളിലേക്ക്, അതായത് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നാൽ അവരെ അപ്പോൾ തന്നെ വെടിവെച്ചങ്ങ് കൊല്ലുക, വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നൊരു കർശനമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ CRPFനും കോബ്ര ടീമിനും അടക്കം നൽകിയിരിക്കുന്നത്. കൂടാതെ വനപ്രദേശത്തും അതോടൊപ്പം തന്നെ വനത്തിന്റെ അകത്തും കർശനമായ ഒരു സുരക്ഷാ വലയം വേണമെന്ന് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം ഈ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ വന മേഖലകളിൽ ഒളിഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വന മേഖല കംപ്ലീറ്റ് ഒരു ഇളക്കി മറിക്കുന്ന രീതിയിൽ അടക്കം ഒരു പരിശോധനയാണ് കോബ്ര ടീം ഇന്ന് ജമ്മു കാശ്മീർ മേഖലയിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പഹൽഗാം വീണ്ടും ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുന്നത്. ഐലൈറ്റ് കോബ്ര കമാൻഡുകളെ വിന്യസിക്കുന്നത് വഴി സാഹചര്യം കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാരിന്റെ നീക്കം ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും വരുന്നത്. ഈ പ്രവർത്തന മേഖലകളിൽ കോബ്ര കമാൻഡുകളെ വിന്യസിക്കുകയാണെന്ന് ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ്. കത്വ, ഉധംപൂർ ജില്ലകളിൽ കോബ്രയുടെ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷന്റെ 2 യൂണിറ്റുകളെയാണ് വിന്യസിക്കുന്നത്. ജമ്മു മേഖലയിലെ ഇത്രയും വലിയ യൂണിറ്റുകളെ വിന്യസിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് ജമ്മു മേഖലയിൽ ഇത്രയും വലിയൊരു 25 കമ്പനി ഫോഴ്സുകളെ അടക്കം CRPFന് ഒരു ചുമതല നൽകിക്കൊണ്ട് ആ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിന്യസിക്കുന്നത്. കൂടാതെ ഒരു പ്രധാന കാര്യം, ആദ്യമായിട്ട് ഇത്രയും വലിയൊരു യൂണിറ്റ് കത്വയിലും അതോടൊപ്പം തന്നെ ഉധംപൂരിലും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വരുന്നു എന്നതും വസ്തുതയാണ്. 2 വർഷമായി തീവ്രവാദം വികസിച്ച സാഹചര്യത്തിൽ തീവ്രവാദ പ്രവർത്തനം തടയാനുള്ള ഒരു സ്പെഷ്യൽ പരിശീലനം ഈ CRPFന്റെ കോബ്ര ടീം നേടിയിട്ടുണ്ട്. കൂടാതെ ജമ്മു കാശ്മീരിലെ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം, അതോടൊപ്പം തന്നെ IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുമായി ഇവർ 24 മണിക്കൂറും ആശയവിനിമയം നടത്തുന്നു. അതാണ് അങ്ങനെ ഒരു സാഹചര്യം നടത്തിയതിനു ശേഷം ജമ്മു കാശ്മീർ സർക്കാരുമായിട്ട് നടത്തി അതിനുവേണ്ട കംപ്ലീറ്റ് സുരക്ഷാ കാര്യങ്ങളും ഒരു തീവ്രവാദികൾ പോലും നുഴഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വരരുത്, അഥവാ വന്നാൽ ജീവനോടെ തിരിച്ചു പോകണ്ട എന്നൊരു നിർദ്ദേശത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായി ജമ്മു കാശ്മീരിൽ ജനങ്ങളുടെ സുരക്ഷ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം, ഏറ്റവും പ്രമുഖമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അഥവാ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇനി ഒരു കോട്ടം തട്ടരുത്, അങ്ങനെ ഒരു രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ കർശനമായ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് CRPFന്റെ കയ്യിലേക്ക് മുഴുവൻ ചുമതലയും ജമ്മു കാശ്മീരിനെ ഏൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ.
പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.